ഡൽഹിയിൽ തുടരുന്ന വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭം അഴീക്കോട് വിചാരങ്ങളുടെ പ്രതിഫലനമാണെന്ന് നടൻ ജയരാജ് വാര്യർ. സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി അഴീക്കോട് സ്മാരക സമിതിയും വെങ്ങണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയും ചേർന്ന് സൊസൈറ്റി ഹാളിൽ സംഘടിപ്പിച്ച സ്മൃതി അർച്ചന ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓരോ വിഭാഗങ്ങളും കാണുമ്പോൾ ഞാനിങ്ങനെ അതിശയിക്കുകയായിരുന്നു. ഈ മനുഷ്യൻ സമൂഹജീവി എന്ന രീതിയിൽ മനുഷ്യർ പലപ്പോഴും മറന്നു പോകുന്ന പല കാര്യങ്ങളുമാണ് അഡാപ്റ്റ് സൊസൈറ്റി ഓർമ്മിപ്പിക്കുന്നത്. ആരെയാണോ തലോടേണ്ടത്, യഥാർത്ഥത്തിൽ ആ തലോടൽ അർഹിക്കുന്ന, കരുതൽ അർഹിക്കുന്ന, അതിൻ്റെ പ്രാധാന്യം അറിയിക്കുന്നവരെ കൃത്യമായി കണ്ടെത്തി അവരെ മറ്റു കുട്ടികളോടൊപ്പവും ചിലപ്പോൾ അതിനേക്കാൾ മികച്ചതായി വളർത്തിയെടുക്കാനുള്ള ഒരു വലിയ ഉദ്യമമാണ് അഡാപ്റ്റ് ചെയ്യുന്നത്. പലപ്പോഴും ഞാൻ പല സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ എൻ്റെ സ്നേഹിതൻ ഗോപിനാഥ് മുതുകാടിൻ്റെ തിരുവനന്തപുരത്ത് അവിടെ ഞാൻ പോയിട്ടുണ്ട്, പല സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ അതിനേക്കാൾ ഒക്കെ വളരെ ഗംഭീരമായ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഓരോ കുട്ടികളുടെയും ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ കാണുമ്പോഴും എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഇവരിതിന് മുൻപ് എന്ന് എനിക്കറിയാം. അതൊരു വലിയ സാമൂഹ്യ ദൗത്യമാണ് ചെയ്യുന്നത്. ഈ നാട് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വേദന എല്ലായ്പ്പോഴും ഈ സുഖമില്ലാത്ത കുട്ടികളോടല്ല എനിക്ക് കൂടുതൽ സ്നേഹം അവരുടെ അമ്മമാരോടും അവരുടെ അച്ഛന്മാരോടും. അവരനുഭവിക്കുന്ന ഒരു വലിയ വേദനയുണ്ടല്ലോ. പക്ഷെ ഇന്നിപ്പോ സുഖമില്ലാത്ത കുട്ടികൾക്ക് മാത്രമല്ല, നല്ല സുഖമുള്ള കുട്ടികൾക്കും ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വിശ്വാസ്യത നഷ്ടപ്പെട്ട സമ്പ്രദായവും അത് സൃഷ്ടിച്ചവരും മാറാൻ വേണ്ടിയുള്ളതാണ് ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭം. ഇത് അഴീക്കോട് വിചാരങ്ങളുടെ പ്രതിഫലനങ്ങളായി കാണുകയാണ്. ഒഴുകേണ്ടത് ഒഴുകാതിരിക്കെ ഒഴുക്ക് തടഞ്ഞ അഴുക്ക് നിറഞ്ഞ ഭാരതത്തിന്റെ ശുദ്ധീകരണം സാധ്യമാക്കാനുള്ളതാണ് പ്രക്ഷോഭ സമരം. അവർക്ക് പിന്നിലെ പ്രത്യയശാസ്ത്രങ്ങളോ സംഘടനകളോ ആരെന്നത് നോക്കേണ്ടതില്ല. നവഭാരതത്തിനായി നിരന്തരം സംസാരിച്ച അഴീക്കോട് മാഷ് പ്രതികരണത്തെ മികച്ച കലയാക്കിയ ആധുനിക നവോത്ഥാന നായകനാണെന്നും ജയരാജ് വാര്യർ പറഞ്ഞു. സുകുമാർ അഴീക്കോട് സ്മാരക സമിതി ചെയർമാൻ രാജൻ തലൂർ അധ്യക്ഷനായി. സുകുമാർ അഴീക്കോട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് സണ്ണി ഇവിടെ സൂചിപ്പിച്ചു. ഈ രാഷ്ട്രീയ പാർട്ടികളുടെ സാംസ്കാരിക സമ്മേളനം എന്നൊരു ചാപ്റ്റർ തുടങ്ങിയത് അഴീക്കോട് സാറാണ്. അഴീക്കോട് സാറിനെ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ പാർട്ടികള് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് സാംസ്കാരിക സമ്മേളനം എന്ന ഒരു ദിവസം ഇവിടെ ആരംഭിച്ചു. അതില് കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ കേരള കോൺഗ്രസ് എന്നോ ഒരു പാർട്ടി വ്യത്യാസവും ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ സർവസമ്മതിക്കുള്ള ഉദാഹരണമാണ്. അദ്ദേഹം ഒരു നവഭാരതത്തെ സ്വപ്നം കണ്ട ആളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ശബ്ദിക്കുന്നവരെ അടിച്ചമർത്തുക എന്നതല്ല അദ്ദേഹത്തിന്റെ നയം. കെട്ടിക്കിടക്കുന്ന ജലം എപ്പോഴും മാലിന്യമാണെന്നും അത് ദുർഗന്ധമാണ് വമിപ്പിക്കുക എന്നും അധികാരികളെ മുഖത്തു നോക്കി സംസാരിക്കാൻ സാധിച്ച, കേരളത്തെ പഠിപ്പിച്ച വ്യക്തിയായിരുന്നു അഴീക്കോട് സാർ. നമ്മള് പല മന്ത്രിമാരുടെ പരിപാടികളും നമ്മളൊക്കെ സാക്ഷ്യമായിട്ടുണ്ട്. 4 മണിക്കൂർ 5 മണിക്കൂർ ലേറ്റായി വരുന്ന ഒരു മുഖ്യമന്ത്രിയുടെ വേദിയിലിരുന്ന് ആ മുഖ്യമന്ത്രിയോട് നിങ്ങളുടെ സമയത്തിന് മാത്രമല്ല വില, ഞങ്ങളുടെ സമയത്തിനും ഉണ്ട് എന്ന് തുറന്നു പ്രഖ്യാപിച്ച് വേദി വിട്ടുപോയ ആളാണ് അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷ സ്മൃതി അർച്ചന പ്രഭാഷണങ്ങൾ വിവിധ സാംസ്കാരിക സംഘങ്ങളുമായി ചേർന്ന് തുടർന്നും സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അഡാപ്റ്റ് സൊസൈറ്റി പ്രസിഡന്റ് AV സണ്ണി, വൈസ് പ്രസിഡന്റ് AM വക്കച്ചൻ, ബിന്ദു കിഷോർ, സുനിൽ കൈതവളപ്പിൽ, K വിജയരാഘവൻ, N രാജഗോപാൽ എന്നിവർ സംസാരിച്ചു.